നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്ന സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയിലെ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് കേസ് കേൾക്കുന്നതിൽ നിന്ന് ഏറ്റവും ഒടുവിലായി ഒഴിഞ്ഞത്. കേസ് പരിഗണനയ്ക്ക് എടുത്തയുടൻ താൻ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് അദ്ദേഹം കോടതിയെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു ബെഞ്ചിലെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിലെത്തിയത്. തുടർച്ചയായി 2 ജഡ്ജിമാർ പിന്മാറിയതോടെ അതിജീവിതയുടെ ഹർജി ഇനി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്ന മറ്റൊരു പുതിയ ബെഞ്ചാകും പരിഗണിക്കുക. മെമ്മറി കാർഡ് വിവാദം ഉണ്ടായ കാലയളവിൽ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജഡ്ജിയായിരുന്നു എന്ന കാരണത്താലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് കേസിൽ നിന്നും പിന്മാറിയതെന്നാണ് സൂചന. നേരത്തെ ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാറായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് അതിജീവിതയുടെ ഇതേ പരാതി ഔദ്യോഗികമായി പരിഗണിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഹർജിയിൽ നിന്ന് ഒഴിഞ്ഞത്. കോടതികളുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദ്, ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ, വിചാരണ കോടതി ശിരസ്താധാർ താജുദ്ദീൻ എന്നിവർ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചെന്നായിരുന്നു എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും നിയമപരമായി നിലനിൽക്കാത്തതുമാണെന്ന് അതിജീവിത ആരോപിക്കുന്നു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൈബർ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ശാസ്ത്രീയമായ പുനരന്വേഷണം നടത്തണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ വൃന്ദ ഗ്രോവർ മുഖേനയാണ് അതിജീവിത ഈ പുതിയ ഹർജി ഫയൽ ചെയ്തത്. തന്റെ ഭരണഘടനാപരമായ സ്വകാര്യത ലംഘിച്ചവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടായില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതിജീവിത ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ അതോ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ മുൻ അന്വേഷണത്തിൽ ശ്രമമുണ്ടായില്ല. ദൃശ്യങ്ങൾ കണ്ട് സ്മാർട്ട് ഫോണുകൾ നഷ്ടപ്പെട്ടു എന്ന കോടതി ജീവനക്കാരുടെ മൊഴികൾ അതേപടി വിശ്വസിച്ച അന്വേഷകർ ആ ഫോണുകൾ കണ്ടെത്താനുള്ള സൈബർ പരിശോധനകളും നടത്തിയില്ല. കൂടാതെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് 5 മാസത്തോളം ജില്ലാ കോടതിയിലെ സീനിയർ ക്ലർക്കിന്റെ കൈവശം അനധികൃതമായി ഇരുന്നിട്ടും അതിലേക്ക് തുടരന്വേഷണം വ്യാപിപ്പിച്ചില്ലെന്നും അതിജീവിത കുറ്റപ്പെടുത്തുന്നു. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ വെച്ച് അതിജീവിതയായ നടി ആക്രമിക്കപ്പെടുന്നതും പ്രതികൾ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതും. ഈ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടൻ ദിലീപ് ഉൾപ്പെടെ 4 പേരെ വെറുതെ വിടുകയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യ 6 പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ വിധിക്ക് എതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീൽ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. വിചാരണയെ ബാധിക്കുന്ന മെമ്മറി കാർഡ് ചോർച്ച വിഷയത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ വാർത്തയാണ് ഒടുവിൽ പുറത്തു വരുന്നത്.